മലയാള സിനിമയെ സംബന്ധിച്ചിടത്തോളം ആദ്യമായി ഒരു സിനിമാറ്റിക് യൂണിവേഴ്സ് ഒരു പ്രൊഡക്ഷൻ ഹൗസ് അനൗൺസ് ചെയ്യുന്നു എന്ന പ്രത്യേകതയുണ്ട് വീക്കെൻഡ് സിനിമാറ്റിക് യൂണിവേഴ്സിന്. ആ സിനിമകളെ പറ്റി സംസാരിക്കാൻ വേണ്ടി സോഫിയ പോളും ആ സിനിമാറ്റിക് യൂണിവേഴ്സിലെ ഡയറക്ടേഴ്സും ചേരുന്നു. നമസ്കാരം. നമസ്കാരം. ഈ ലോകേഷാണോ അപ്പൊ ഇതിന്റെയൊക്കെ പ്രധാനപ്പെട്ട കാരണക്കാരൻ? ആണോ? അല്ല, ഞാൻ പറയുന്നത് നമ്മളങ്ങനെ ഒരു യൂണിവേഴ്സ് ആകെ അറിയുന്നത് മാർവലും ഡി സി ആയിരുന്നു. പിന്നെ ഇന്ത്യയിലേക്ക് നമ്മളത് ശ്രദ്ധിക്കപ്പെടുന്നതും കുറച്ചുകൂടി നമ്മൾ ഇന്ത്യൻ സിനിമയായിട്ട് അത് ആദ്യം കേൾക്കുന്നതും ലോകേഷിലാണ്. അപ്പൊ ലോകേഷ് ഇങ്ങനെ ഒരു യൂണിവേഴ്സ് ഉണ്ടാക്കുന്ന ഏതെങ്കിലും വിധത്തിൽ ഇങ്ങനെ ഒരു യൂണിവേഴ്സ് ബിൽഡ് ചെയ്യാൻ ഒരു ഇൻസ്പിറേഷൻ ആയിട്ടുണ്ടോ? ഇല്ല, അങ്ങനെയൊന്നുമില്ല. ഇല്ല, നമ്മള് മലയാളത്തിലെ ആദ്യത്തെ സൂപ്പർ ഹീറോ ചെയ്തു. അപ്പൊ അതിനെ കണക്ട് ചെയ്ത് കുറെ നല്ല കഥകൾ വരുന്നുണ്ടായിരുന്നു. അപ്പൊ അതിനെ നമ്മൾ എന്തുകൊണ്ടൊരു യൂണിവേഴ്സിലോട്ടാക്കിക്കൂടാ, അങ്ങനെ വന്നൊരു തോട്ടാണ് നമുക്ക്. ഓക്കെ. ഈ ഇപ്പൊ ഇതിൽ തന്നെ ഈ കുറുക്കമൂല എന്ന് പറയുന്ന സ്ഥലത്താണല്ലോ മിന്നൽ മുരളി സംഭവിക്കുന്നത്. ആ സിനിമയുടെ അകത്ത് തന്നെ ഇപ്പൊ ദേശത്തെ പറ്റിയിട്ടും കണ്ണടി കാവിനെ പറ്റിയിട്ടൊക്കെ ആ സിനിമയുടെ അകത്ത് തന്നെ മെൻഷൻസ് ഉണ്ട്, അതായത് ബേസ് ചെയ്ത മറ്റു സിനിമകളെ പറ്റിയിട്ട്. അപ്പൊ അത് പക്ഷേ വീക്കെൻഡ് ബ്ലോക്ക് ബസ്റ്റേഴ്സ് അല്ലല്ലോ പ്രൊഡ്യൂസ് ചെയ്തിട്ടില്ല. അപ്പൊ അതിന്റെ റൈറ്റ്സ് വാങ്ങിക്കേണ്ടി വരും ഇത് ഇൻകോർപ്പറേറ്റ് ചെയ്യാൻ വേണ്ടിട്ട്? വേണ്ട, നമുക്ക് മിന്നൽ മുരളി ഉണ്ടല്ലോ, അവിടെ തൊട്ട് മതിയല്ലോ. നമ്മുടെ പ്രൊഡക്ഷൻ അല്ലേ. അപ്പൊ നമ്മളെ മിന്നൽ മുരളിയെ ഈ യൂണിവേഴ്സിൽ നമ്മൾ ഈ യൂണിവേഴ്സ് ബിൽഡ് ചെയ്തിട്ട് ആദ്യത്തെ സൂപ്പർ ഹീറോ സിനിമ, അത് നെക്സ്റ്റ് വരുന്നതാണ് ഡിറ്റക്റ്റീവ് ഉജ്ജ്വല. അപ്പൊ നമ്മള് ഇതിൻ്റെ അകത്ത് വരുന്ന ക്യാരക്ടേഴ്സിന് ഇപ്പൊ ഇനി വരുന്ന നെക്സ്റ്റ് സിനിമകൾ തമ്മിൽ ഇതിലെ ക്യാരക്ടേഴ്സ് ചിലപ്പോൾ അടുത്ത സിനിമയിലുണ്ടാവും, അതിലെ ക്യാരക്ടേഴ്സ് ചിലപ്പോൾ ഇനി ഇറങ്ങാൻ വന്ന ജാമ്പിയുടെ ഇതിലുണ്ടാവും. അതിനെ കണക്ട് ചെയ്ത് പോവാ നമ്മള് ഇതിനെ. ഇപ്പൊ ജാമ്പിനെ പറ്റി സംസാരിച്ചു തുടങ്ങാം. ഇപ്പൊ മിന്നൽ മുരളി സംഭവിക്കുന്ന ഒരു ടൈം ലൈൻ ഏകദേശം 95-96 കാലഘട്ടമാണ്. ഈ നമ്മുടെ ഡിക്റ്റേറ്റർഷിപ്പ് പീരീഡ് സമയത്താണല്ലോ, ടൈപ്പ് റെക്കോർഡർ ഒക്കെ ഉള്ള ഒരു 90s സമയത്താണെന്ന് വിചാരിക്കാം. അപ്പൊ ജാമ്പി നടക്കുക 90s-ലായിരിക്കും. അതെ, വളരെ കോയിൻസിഡന്റ്ലി നമ്മള് 90s-ലെ ഒരു കഥയായിട്ടാണ് എഴുതിയത്. അപ്പൊ നമ്മള് വീക്കെൻഡിൽ ആ കഥ പിച്ച് ചെയ്തതിനു ശേഷം വീക്കെൻഡിൽ നിന്നാണ് നമുക്ക് ഇത് WC-യിൽ ഫിറ്റ് ചെയ്യാൻ പറ്റുമെന്നുള്ളൊരു സജഷൻ വരുന്നത്. അപ്പൊ കോയിൻസിഡന്റ്ലി നമ്മുടെ ആ ഒരു ടൈം ലൈനും ജോഗ്രഫി വൈസ് ആണെങ്കിലും ഇതൊക്കെ അടുത്തടുത്തുള്ള ഗ്രാമങ്ങളാവാനുള്ള ഒരു സാധ്യതയൊക്കെ ഓപ്പൺ അപ്പ് ആയപ്പോഴാണ് നമ്മൾ എക്സൈറ്റഡ് ആയത്. ഈ മിന്നൽ മുരളിയുടെ ഏറ്റവും വലിയ പ്രത്യേകത ഒരു സൂപ്പർ ഹീറോ സിനിമ നാട്ടിൽ നടക്കുന്നു, അതായത് മുണ്ടെടുത്തിട്ടൊക്കെ ഒരാൾ നടക്കുന്നു, ചായക്കടകളൊക്കെ ഉള്ള നമ്മുടെ കേരളത്തിന്റെ ഒരു സ്ഥലത്ത് ഒരു സൂപ്പർ ഹീറോ വരുന്നതാണ്. ഡിറ്റക്റ്റീവ് വിജിലൻസില് ഇത് കുറച്ചുകൂടി മാറി. ഇപ്പോ ഒരു ഷെർലക് ഹോംസ് നമ്മുടെ സാധാരണ നാട്ടിലുണ്ടായാൽ അയാൾ എങ്ങനെയിരിക്കും, ആ ചിന്തയിൽ നിന്ന് വരുന്നതാണ്. ബേസിക്കലി ആ ഒരു തോട്ടാണ്. ഇപ്പൊ മിന്നൽ മുരളി ഒരു ലോക്കൽ സൂപ്പർ ഹീറോ ആണെങ്കിൽ ഡിറ്റക്റ്റീവ് ലോക്കൽ ഹോം ഗ്രൗൺ ഡിറ്റക്റ്റീവിനെ പറ്റിയാണ്. അതുപോലെ കുറുക്കമൂല പോലൊരു അതിന്റെ നെയ്ബറിംഗ് ഗ്രാമമായ പ്ലാച്ചിക്കാവിൽ നടക്കുന്ന ഒരു സീരീസ് ഓഫ് ഇവന്റ്സ് ആണ് ഡിറ്റക്റ്റീവ്. അതെ. ഈ ഇപ്പൊ അതിന് സമാനമായിട്ടുള്ള സിനിമകള് ഇപ്പൊ ഇങ്ങനത്തെ ലോക്കലായിട്ടുള്ള സ്ഥലങ്ങളില് ഗ്രാമങ്ങളില് കേസ് അന്വേഷിക്കുന്ന സിനിമകൾ മറ്റു ഭാഷകളിൽ വന്നിട്ടുണ്ടായിരുന്നു. ഇപ്പൊ ബെൽ ബോട്ടം സംഭവിച്ചിട്ടുണ്ടായിരുന്നു കന്നഡയില്. ഇപ്പൊ തെലുങ്കില് നോക്കുകയാണെങ്കിൽ ഏജന്റ് അത്രയാ സംഭവിച്ചിട്ടുണ്ടായിരുന്നു. ഏജന്റ് കണ്ണായിരന്റെ തമിഴ് റീമേക്ക് സംഭവിച്ചിട്ടുണ്ടായിരുന്നു. അതൊരു നല്ല സാധ്യതയാണ്. ഐ മീൻ ഒരു ഷെർലക് ഹോംസിന്റെ ഇൻസ്പിറേഷൻ എടുത്ത ഒരാള് അയാൾ ഗ്രാമത്തിൽ കേസ് അന്വേഷിക്കുന്നു. ആ സാധ്യത, ആ ഇൻസ്പിറേഷൻ വരുന്നത് ഈ സിനിമകൾക്ക് എന്തെങ്കിലും ഇനിഷ്യൽ തോട്ട് എന്ന് പറഞ്ഞാൽ മർഡർ മിസ്റ്ററി അല്ലെങ്കിൽ ഹൂ ഡൺ ഇറ്റ് എന്ന് പറഞ്ഞ ജോണറിനെ ട്വീക്ക് ചെയ്യുക. നമ്മൾ കണ്ടിട്ടുള്ള സ്ഥിരം ട്രോപ്സും അങ്ങനത്തെ ഒരു ടോണൽ ബീറ്റ്സ് ഉണ്ടല്ലോ ഒരു മർഡർ മിസ്റ്ററിക്ക്, അതിനെല്ലാം ട്വീക്ക് ചെയ്ത് പുതിയ രീതിയിൽ അതിനെ പ്രസന്റ് ചെയ്യുക എന്നുള്ളതാണ് ആദ്യത്തെ തോട്ട്. പിന്നെ അതിലേക്കാണ് ഡിറ്റക്റ്റീവ് എന്ന് പറഞ്ഞൊരു ക്യാരക്ടർ വരുന്നത്. ആദ്യം ഇതിലെ ഗ്രാമവും ഇതിലെ സെറ്റിങ്ങും ഇതിന്റെ ഒരു കോൺഫ്ലിക്ട് ഉണ്ട്, അതാണ് ആദ്യം ഉണ്ടായത്. ഒരു നാട്ടിൻപുറത്തൊരു മർഡർ നടക്കുന്നു, അല്ലെങ്കിൽ ഒരു സീരീസ് ഓഫ് മർഡേഴ്സ് നടക്കുന്നു എന്നുള്ളൊരു തോട്ടിൽ നിന്നാണ് സ്റ്റാർട്ട് ആവുന്നത്. അവിടേക്കാണ് പിന്നെ ഉജ്ജ്വലൻ എന്ന് പറയുന്ന ഒരു ക്യാരക്ടർ വരുന്നതും, അല്ലെങ്കിൽ അതൊരു ഡിറ്റക്റ്റീവ് എന്നുള്ള ഒരു ക്യാരക്ടർ അതിലേക്ക് പ്ലേസ് ആവുന്നതും എല്ലാം അങ്ങനെയാണ്. ഫസ്റ്റ് ഐഡിയ എന്ന് പറയുന്നത് നാട്ടിൻപുറത്തൊരു മർഡർ മിസ്റ്ററി എന്നുള്ളൊരു സംഭവമാണ്. ഈ ജാമ്പിയെ സംബന്ധിച്ചിടത്തോളം വാക്കിംഗ് ഡെഡ് പോലൊരു കെയോസ് കേരളത്തിൽ നടന്നത് എങ്ങനെയിരിക്കും, അതായിരുന്നു ആലോചന? ഒട്ടുമല്ല. നമ്മള് ശരിക്കും സോംബി എന്നുള്ള ജോണർ ഞാൻ ശരിക്കും യൂസ് ചെയ്യുന്നത് വെറുതെ ഓക്കെ എന്താണ് അടുത്ത പടം ചോദിക്കുമ്പോൾ ആൾക്കാർക്ക് മനസ്സിലാൻ വേണ്ടിയാണ്, പെട്ടെന്ന് കണക്ട് ചെയ്യാറ്. പക്ഷെ നമ്മൾ ശരിക്കും ക്രിയേറ്റ് ചെയ്യുന്നത് വളരെ ഒറിജിനൽ ആയിട്ടുള്ള ഒരു മലയാളി മോൺസ്റ്റർ ഫിലിമാണ്. കേരളത്തിന്റെ ഒരു ഐതിഹ്യത്തിൽ നിന്നൊക്കെ എടുത്ത് ഒരു നാട്ടിൻപുറത്ത് ഒരു ഗ്രാമത്തിൽ നടക്കുന്ന ഒരു ഉത്സവത്തിന്റെ ഇതൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് ഫ്രാങ്ക്സ്റ്റൈൻ പോലെയല്ല. സോ ഇറ്റ് സ്പ്രെഡ്സ്. ഒരു സോംബി ഫിലിമിന്റെ ഒരു നമ്മൾ യൂസ് ചെയ്യുന്ന ട്രോപ്പ് എന്ന് പറഞ്ഞാൽ അത് സ്പ്രെഡ് ചെയ്യും, ഒരു ഇൻഫെക്ഷൻ പോലെ അത് സ്പ്രെഡ് ചെയ്യുന്നുണ്ട്. അതാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. പക്ഷെ ഇപ്പൊ നമ്മളൊരു ഹോളിവുഡിൽ കാണുന്ന ഭയങ്കര പെയിലായിട്ട് ഇങ്ങനെ നടക്കുന്ന ഒരു സോംബി ആ ഒരു മൈൻഡ്ലെസ് ഒരു പരിപാടിയല്ല. ഒരു അപ്പോക്ലിപ്റ്റിക് ഫ്യൂച്ചറിലും അല്ല, സയൻസ് ഫിക്ഷൻ ഇല്ല, ഒരു മെഡിക്കൽ എക്സ്പെരിമെന്റ് ഗോൺ റോങ് ഒന്നും അല്ല. നമ്മൾ ഭയങ്കര നേറ്റീവ് ആയിട്ട്
പറയുന്നൊരു പരിപാടിയാണ്. അപ്പം ആഹാ. എനിക്ക് അതിനെ ഒരു സോംബി ഫിലിം ആണെന്ന് ചോദിച്ചാൽ നമ്മളിപ്പം സോംബി അല്ല ജാംബി ആണ് എന്ന് പറയാനുള്ള കാരണം തന്നെ ഓ, ട്രൈ ടു ക്രിയേറ്റ് സംതിങ് കുറച്ചുകൂടി ഒറിജിനൽ. ആഹാ. പക്ഷെ അഫ്കോഴ്സ് നമ്മൾ അങ്ങനത്തെ ഒരു പടം ചെയ്യുമ്പോൾ അതിൽ നിന്ന് കുറെ ബോറോ ചെയ്യുന്ന കുറെ ട്രോപ്സ് ഉണ്ട്. അതെന്തായാലും ഈ ഒരു ഇൻവെസ്റ്റിഗേറ്റീവ് ഓണുള്ള ഒരു പടം ചെയ്യുന്ന സമയത്ത് ഒരു ക്ലീഷകൾ ബ്രേക്ക് ചെയ്യാൻ വേണ്ടിയുള്ള ശ്രമങ്ങൾ എങ്ങനെയാ തുടങ്ങണേന്ന് അറിഞ്ഞാൽ കൂടാ. എന്നിട്ട് ഇപ്പം അതായത് രണ്ടുപേരുണ്ടായിരിക്കും, അതിൽ ഒരാൾ ബേസിക്കലി മറ്റാളെ വെച്ച് നോക്കുമ്പോൾ ചിന്തകൾ അല്ലെങ്കിൽ അയാൾ കണ്ടുപിടിക്കുന്ന കാര്യങ്ങൾ അധികം മണ്ടത്തരായിരിക്കും, ഇയാളായിരിക്കും അത് ക്രിയേറ്റ് ചെയ്യുക. അല്ലെങ്കിൽ ക്ലൈമാക്സിനോട് അടുത്ത ഒരുപാട് കോയിൻസിഡൻസ് സംഭവിക്കും ഈ മെയിൻ കൾപ്രിറ്റിനെ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട്. മെയിൻ കൾപ്രിറ്റ് എപ്പോഴും മുഖം മൂടിയിട്ടായിരിക്കും പ്രധാനപ്പെട്ട കൊലപാതകങ്ങളൊക്കെ നടത്തുക. ഇതിനെങ്ങനെ നിങ്ങൾ ഓവർകം ചെയ്യും? ഇപ്പൊ നേരത്തെ പറഞ്ഞാലും ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഫസ്റ്റ് തോട്ട് എന്ന് പറയുന്നത് നാട്ടിൻപുറത്തൊരു മർഡർ മിസ്റ്ററി എന്നുള്ളതായിരുന്നു. ആ. അപ്പൊ ആ സെറ്റിംഗ് എന്ന് പറയുന്നത് തന്നെ കുറച്ച് ഫ്രഷ് ആണെന്നാണ് ആ. ഞങ്ങൾ വിശ്വസിക്കുന്നത്. ആ. അപ്പൊ അത് നമ്മുടെ സ്ക്രീൻ പ്ലേയിലെ കാര്യം പറയുന്നത്, സെറ്റിംഗ് ന്യൂ ആണ്. അപ്പൊ ആ സെറ്റിംഗിലേക്ക് ഈ പറയുന്ന ക്യാരക്ടേഴ്സ് വരുന്നു. ഇപ്പൊ ഈ കേസ് ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യുന്നത് ഒരു പോലീസ് ഓഫീസർ അല്ല. ആ. അപ്പൊ അതിൽ തന്നെയുണ്ട് വേറൊരു പറയുന്ന ഒരു ഫ്രഷ് ആയിട്ടുള്ള ഒരു കാര്യം. ഓക്കെ. അപ്പൊ അങ്ങനത്തെ കുറച്ച് ക്യാരക്ടേഴ്സും ഒരു സെറ്റ് ഓഫ് ക്യാരക്ടേഴ്സും അവരുടെ ലൈഫിലൂടെ പോകുമ്പോൾ അത് നാച്ചുറലി കുറച്ച് ഡിഫറൻസ് ഉണ്ട് ഒരു നോർമൽ സീരിയൽ കില്ലർ ഫിലിമിൽ നിന്ന്. പക്ഷെ എന്നാൽ നമുക്ക് വല്ലാതെ ഡിഫറെന്റ് ആക്കാതെ നമ്മൾ ആ സീരിയൽ കില്ലർ ഫിലിമിൽ നിന്ന് എടുക്കുന്ന കുറച്ച് കുറച്ച് ട്രോപ്സും ഉണ്ട് അതിൽ തന്നെ നിർത്താൻ വേണ്ടി. അതിന്റെ കുറച്ച് ബീറ്റ്സും കാര്യങ്ങൾ എന്തായാലും നമുക്ക് യൂസ് ചെയ്തേ പറ്റുള്ളൂ. പിന്നെ ഇത് നടക്കുന്ന ഗ്രാമത്തിനാണെങ്കിലും അതിൻ്റെതായ ഒരു ഗ്രാമർ ഉണ്ട്. ഇപ്പൊ ഫിക്ഷണൽ വില്ലേജ് ആണ്, അതുകൊണ്ട് ഞങ്ങളുടെ തോട്ട്സിൽ വരുന്ന എന്തൊക്കെയാണോ അതൊക്കെ ആ ഗ്രാമത്തിനുണ്ട്. അവിടുത്തെ കാരിക്കേച്ചർ ആയിട്ടുള്ള ക്യാരക്ടേഴ്സ് ആണെങ്കിലും അവിടെ നമ്മൾ പോർട്രേ ചെയ്യുന്ന പോലീസ് ഓഫീസേഴ്സ് ആണെങ്കിലും എല്ലാത്തിനും ഞങ്ങളുടേതായ ഒരു ഗ്രാമർ ഉണ്ട്. സോ വരുന്ന ക്യാരക്ടേഴ്സും ഈ ഗ്രാമം എന്നുള്ളത് വെച്ചാൽ ഫിക്ഷണൽ ഗ്രാമം ആയതുകൊണ്ട് ഭയങ്കര ഡിഫറെന്റ് ആയിരിക്കും. ആ ഗ്രാമത്തിന്റെ ഒരു എന്താ പറയുക ലാൻഡ്സ്കേപ്പും പരിപാടിയല്ല. അപ്പൊ തന്നെ ആ ഒരു ഡിഫറൻസ് വരുന്നതാണ് ഞങ്ങൾക്ക് തോന്നുന്നത്. ഈ ധ്യാൻ ശ്രീനിവാസൻ സിനിമകൾ പോലുള്ള ഒരു സിനിമയല്ല ഇത്. ധ്യാൻ ശ്രീനിവാസന്റെ ഏറ്റവും അധികം ഹോപ്പുള്ള, ഏറ്റവും അധികം പ്രോമിസ് ഉള്ള, ടീച്ചറിൽ ഉൾപ്പെടെ തന്നെ ധ്യാൻ ശ്രീനിവാസൻ 2.0 എന്നാണല്ലോ അതിനെ വെച്ചിട്ടുണ്ടായിരുന്നത്. ഇപ്പൊ നമുക്കറിയാം ധ്യാൻ ചേട്ടന് അപ്പുറത്ത് വളരെ ഈ എഫേർട്ട്ലെസ്ലി പെർഫോം ചെയ്യുന്ന ഒരു സൈഡുണ്ട്. വർഷങ്ങൾക്ക് ശേഷത്തിൽ ഗംഭീരമായിട്ട് അദ്ദേഹം 2 കാലഘട്ടങ്ങളെ അഭിനയിച്ച് കാണിച്ചിട്ടുണ്ട്. ഇദ്ദേഹത്തെ ലീഡാക്കുമ്പോൾ അതിനെ ഇങ്ങനെ മാർക്കറ്റ് ചെയ്യാൻ പറ്റുമോ, അല്ലെങ്കിൽ ആളുകൾ ഇതൊരു റെഗുലർ ധ്യാൻ പടാക്കി എടുക്കുവോ, അങ്ങനെ ചിന്തകൾ ഉണ്ടായിരുന്നോ? ഇല്ല അങ്ങനെ ചിന്തയില്ല. നമ്മൾ ധ്യാനം സെലക്ട് ചെയ്യുമ്പോഴും നമ്മളിതിനെ നമ്മുടെ ഒരു ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു സിനിമയായിട്ടല്ലേ നമ്മൾ അതിനെ മാർക്കറ്റ് ചെയ്യുള്ളൂ. നമ്മൾ ആ ഒരു കോൺഫിഡൻസിലാണല്ലോ ഈ കഥ സെലക്ട് ചെയ്തതും ധ്യാനം സെലക്ട് ചെയ്യുന്നതും ഒക്കെ. ആ പ്രോജക്റ്റിൽ നമുക്ക് ആ വിശ്വാസം ഉള്ളതുകൊണ്ടാണ്. അതുകൊണ്ട് നമുക്ക് അങ്ങനെ ഒരു നോർമൽ ധ്യാൻ പടമല്ല, ഇതൊരു ഡിഫറെന്റ് സിനിമയായിട്ട് കാണുക അതിനെ. ഒരു മാസം വീക്കെൻഡ് ബ്ലോക്ക് ബസ്റ്റേഴ്സിന്റെ ഇമെയിൽ ഐഡിയിലേക്ക് എത്ര കഥകൾ വരും? ഒരു ദിവസം കുറെ വരാറുണ്ട്. ഞാൻ ഇമെയില് ഞങ്ങൾ എല്ലാവരും നോക്കുന്നത്. പക്ഷെ എനിക്ക് തോന്നുന്നു ഞാൻ കാണുമ്പോഴൊക്കെ ഒരു ദിവസം 2-3 ഒക്കെ ഞാൻ കാണാറുണ്ട് ഇമെയിലിൽ കഥകൾ വരുന്നത്. നമ്മൾ അതിൻ്റെ അകത്ത് നോക്കിയിട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നമ്മൾ മറുപടി കൊടുക്കും. അങ്ങനെ ഒരു ഇമെയിലാണ് ഇന്ദ്രനീലു അയച്ചത്. അത് കോയിൻസിഡന്റ്ലി മിന്നൽ മുരളിയുടെ പ്രീമിയർ ഇവിടെ ഞങ്ങൾ തിയേറ്ററിൽ കണ്ടായിരുന്നു, മിന്നൽ മുരളി മാമി ഫിലിം ഫെസ്റ്റിവലിൽ. സോ അത് കഴിഞ്ഞിട്ട് ഞാൻ വിചാരിച്ചു ഞങ്ങളുടെ ടൈം ആയപ്പോഴത്തേക്കും സ്ക്രിപ്റ്റ് ഉണ്ടായിരുന്നു.